പിന്നിലാരോ കളിച്ച് അങ്ങനെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? എന്റെ പിന്നിലാണോ? അതെ. എന്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഉള്ളൂ. പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു. ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്, തെറ്റുണ്ട്. പിന്നെ ഞാൻ കഞ്ചാവ് വലിച്ച് പിന്നെ പിടിച്ച ആളല്ലേ, ഞാൻ വലിച്ചതുകൊണ്ടല്ലേ. അപ്പൊ ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്. 13ാമത്തെ വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വേടൻ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. തീർച്ചയായിട്ടും വേടൻ ഇപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് വേടൻ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേടൻ അത് ഉപയോഗിക്കില്ല എന്ന്, ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതത്ര എളുപ്പമാണോ വേടൻ? ഒരു അഡിക്ഷൻ ഇപ്പോൾ വെട്രിമാരൻ സാറ് ഒരു ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ദിവസം 50-60 സിഗരറ്റൊക്കെ വലിച്ചിരുന്ന ഒരാളാണ്, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലി നിർത്തിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പരമാവധി ശ്രമിക്കും. അഡിക്ഷൻ എന്നുള്ളത് അല്ലേ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം അത് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം നിരവധി പ്രേക്ഷകരുണ്ട്, കുട്ടികളുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അനിയന്മാരുണ്ട്. നമ്മൾ എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഈ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൽ ഒരു ഷോയ്ക്ക് പോയി. അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ മോന് അവനുണ്ടാവും ഒരു 15 വയസ്സൊക്കെ ഉണ്ടാവും. അവൻ്റെ അപ്പൻ ഉണ്ട് ഒരു 10-35-40 വയസ്സിനടുത്തുള്ള ഒരാൾ. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ. അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നേക്കണത് എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നേക്കണത്. അപ്പോൾ എനിക്കിത് അവനോട് പോലും പറയാൻ പറ്റില്ല, നേടാ കുടിക്കലടാ ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ നിന്ന്. കാരണം ഞാൻ അതിന് കുഞ്ഞു പ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എൻ്റെ ഇൻഫ്ലുവൻസ് ഇവരാണ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവനങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അവനറിയാം അതെനിക്ക് ഇഷ്ടാവില്ല എന്ന് അല്ലേ. ഇത് ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ. പക്ഷേ അത് വേടൻ ഇപ്പോൾ വേടൻ തിരിച്ചറിയുന്നു, അങ്ങനെ കുട്ടികൾ വരുന്നത് വേടൻ ഇഷ്ടമല്ല അല്ലേ, നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അത് എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്, എനിക്ക് പങ്കുണ്ടെന്നേ അല്ലേ, മറമുഖമായിട്ടോ അല്ലയോ. കാരണം ഞാൻ പലയിടങ്ങളിലും ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ വേടം വരെ കുടിക്കണു. അപ്പോൾ കൊച്ചുമാൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചേട്ടൻ കുടിക്കണില്ലേ, എന്നാൽ ഞാൻ കുടിച്ച എന്താ കുഴപ്പമെന്ന് പറയാം. അപ്പോൾ എനിക്കത് പറയാനുള്ള ഒരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക്. പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടമാവണം.